إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم فلما تراءى الجمعان قال أصحاب موسى إنا لمدركون قال كلا إن معي ربي سيهدين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവ്വലോക രക്ഷിതാവായ റഹ്മാനായ റബ്ബിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി ശ്രദ്ധിച്ചും പാലിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയും പൊരുത്തവും നേടിയെടുക്കത്തക്ക രൂപത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകണമെന്ന് പറയുന്ന എന്നോട് ആദ്യമായും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. റഹ്മാനായ റബ്ബ് അവന്റെ പരിപൂർണാർത്ഥത്തിൽ ഉൾക്കൊണ്ട് ജീവിതം ക്രമപ്പെടുത്തി ജീവിതം വിജയം കൈവരിക്കുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്ന് മുഹറം 10. വിശ്വാസികളെല്ലാം പൊതുവെ ആശൂറ നോമ്പ് എടുക്കുന്ന ദിവസമാണ്. എന്തിനാണ് ഈ നോമ്പ് നമ്മൾ നോക്കുന്നത്? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോൾ ഫറഅൽ യഹൂദ തസൂമു യൗമ ആശൂറ, മുഹറം 10 അവർ നോമ്പ് നോൽക്കുന്നതായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അവരോട് ചോദിച്ചു, മാ ഹാദാ, എന്തിനാണ് നിങ്ങൾ ഇന്ന് നോമ്പ് നോൽക്കുന്നത്? അവരുടെ മറുപടി, ഹാദാ യൗമുൻ സാലിഹുൻ, ഇത് വളരെ നല്ലൊരു ദിവസമാണ്. കാരണം ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രായീല മിൻ അദുവ്വിഹിം, ബനു ഇസ്രായേല്യർ ഫിർഔന്റെ കൂട്ടരിൽ നിന്നും ബനു ഇസ്രായേല്യരുകാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയെടുത്ത വല്ലാത്തൊരു ദിവസമാണിത്. ഫസോമഹു മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ വമ്പിച്ച നിഅമത്തിന് ഒരു ശുക്ർ എന്ന നിലക്ക് നന്ദി സൂചകമായി കൊണ്ട് അദ്ദേഹം നോമ്പ് നോറ്റു. അതുകൊണ്ടാണ് ഞങ്ങൾ നോമ്പ് നോറ്റത് എന്നതാണ്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ പറഞ്ഞു, എങ്കിൽ ഫഅന അഹഖു ബിമൂസാ മിൻകും, നിങ്ങളെക്കാൾ മൂസയോട് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളതും ഏറ്റവും കൂടുതൽ ബന്ധമുള്ളതും എനിക്കാണ്. അതുകൊണ്ട് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് നോമ്പ് നോറ്റു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തൊരു കൊല്ലം ഇൻഷാ അല്ലാഹ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ
പിന്നെ താസുഅ എന്നത് മുഹറം 9 നോമ്പ് നോൽക്കുമെന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ നോമ്പ് നോൽക്കുന്നത്. ഇന്നത്തെ നോമ്പിന്റെ വില റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു. റമളാൻ മാസം കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും ശറഫാക്കപ്പെട്ട നോമ്പുള്ളത് മുഹറം മാസത്തിലെ എന്നാണ്. ഷഹ്റുല്ലാഹിൽ മുഹറം എന്നാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു അഭിസംബോധന രീതി തന്നെ. ഒരു വർഷത്തെ പാപമാണ് ഇന്നത്തെ ഒരു നോമ്പ് കൊണ്ട് ഇൻഷാ അല്ലാഹ് റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും പുറത്തു തരാൻ പോകുന്നത് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കഴിവ് ബോധ്യപ്പെട്ട വല്ലാത്തൊരു ദിനമായിരുന്നു മുഹറം 10 എന്നതാണ്. മൂസാ നബിയെയും അനുയായികളെയും പിടികൂടാനായി പിന്തുടർന്നെത്തിയ ഫിർഔനും സംഘവും മുങ്ങി നശിപ്പിക്കപ്പെട്ടതും വിശ്വാസികൾ വളരെ അത്ഭുതകരമായി കൊണ്ട് രക്ഷപ്പെട്ട ദിവസവും ആണ് ഇന്ന് എന്ന് നമ്മൾ പറഞ്ഞു. ആ ഒരു ദിവസം എമ്പാടും ഗുണപാഠങ്ങൾ നമുക്ക് നൽകുന്നതാണ്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെ ഖുർആൻ പരാമർശിച്ചത് 136 തവണയാണ്. ഖുർആനിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട പ്രവാചകനാണ് ആര്? മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയനായ മനുഷ്യനാണ് മഹാനായ നമ്മുടെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും മൂസാ നബിയെ കുറിച്ച് പറഞ്ഞെന്തെന്നറിയോ? യർഹമുല്ലാഹു മൂസ. നമ്മുടെ മൂസക്ക് അള്ളാഹു, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു റഹ്മത്ത് കൊടുക്കട്ടെ, കരുണ കൊടുക്കട്ടെ എന്ന് അവിടുന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം. എന്തേ കാരണം? ലഖദ് ഊദിയ ബി അക്സറ മിൻ ഹാദാ ഫസബറ. എത്രയാണ് അദ്ദേഹം പരീക്ഷണത്തിന് വിധേയനായിട്ടുള്ളത്, പക്ഷേ അദ്ദേഹം ക്ഷമിച്ചു എന്നാണ്. നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിന്റെ പരീക്ഷണം ആരംഭിക്കുന്നത് തൊട്ടിൽ മുതലാണ്, അല്ലെ? തൊട്ടിൽ മുതലാണ്. അദ്ദേഹത്തെ വകവരുത്താൻ വേണ്ടി ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു. അവിടെ മുതൽ അങ്ങോട്ട് ജീവിതാവസാനം വരെ വ്യത്യസ്തങ്ങളായ പരീക്ഷണത്തിന് വിധേയനായ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രം എല്ലാ നിലക്കും നമുക്ക് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. വിശിഷ്യ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ആശുറായിന്റെ ദിവസം നടന്ന ആ ഗുണപാഠം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ നിർണായകമായ പങ്കുവഹിച്ച അള്ളാഹുവിന്റെ സഹായങ്ങളും അള്ളാഹുവിന്റെ അത്ഭുതങ്ങളും പെയ്തിറങ്ങിയ മുഹറം 10 സംഭവിച്ച ആ ഒരു ചരിത്രം, അഥവാ ആ ചെങ്കടലിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തിയെടുത്ത ആ ഒരു സംഭവത്തിൽ നിന്നും ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്കുണ്ട് എന്നാണ്. അത് മാത്രമാണ് ഇന്നത്തെ ഒരു ഖുത്ബയിൽ സൂചിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. നമ്മളൊക്കെ ആവേശത്തോടുകൂടെ ആ ചരിത്രം ഓർക്കുന്നവരാണ്. നമ്മുടെ പിഞ്ചുമക്കളെ നമ്മളത് വലിയ സംഭവമായിക്കൊണ്ട് പഠിപ്പിക്കുന്നവരാണ്. എല്ലാം നടക്കണം അതുപോലെ. പക്ഷെ ആ ചരിത്രത്താളുകൾക്കിടയിൽ ഒളിഞ്ഞു കിടക്കുന്ന പാഠങ്ങളെ ജീവിതത്തിലേക്ക് ചേർത്തു വെക്കാൻ കൂടെ നമുക്ക് കഴിയണം. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് എമ്പാടും പാഠങ്ങളുണ്ട്. ഒന്നെന്താണെന്നറിയോ? ഒന്ന്, അള്ളാഹുവിലുള്ള പ്രതീക്ഷയും അചഞ്ചലമായ തവക്കുലും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം എന്നാണ്. അന്ന് നടന്ന രംഗങ്ങൾ വിശുദ്ധ ഖുർആൻ സൂറത്തു ശുഅറായിലൂടെ മനോഹരമായി കൊണ്ട് പറയാണ്. ഫലമ്മാ ചറാഅൽ ജംആൻ, ഞാൻ ആമുഖമായി കൊണ്ട് ഓതിവെച്ച ആയത്താണ്. രണ്ടു കൂട്ടരും കണ്ടപ്പോൾ ഖാല അസ്ഹാബു മൂസ, മൂസാ നബിന്റെ ടീം പറഞ്ഞു, എന്താ? ഇന്നാ ലമുദറഖൂൻ, മൂസ നമ്മൾ പിടിക്കപ്പെട്ടു. കാരണം എന്താ? ഫ്രണ്ടിൽ കടലാണ്, ചെങ്കടലാണ്, പിറകെ ആയുധധാരികളായ പിന്നെ ഫിർഔനും ടീമും മൊത്തത്തിൽ നിൽക്കുകയാണ്. ഇനി അവിടുന്ന് ഒരു പ്രതീക്ഷയില്ല. ഭൗതികപരമായ എല്ലാ പഴുതുകളും അടഞ്ഞു. ഭൗതികപരമായി ചിന്തിക്കുമ്പോൾ ഇനി രക്ഷയേയില്ല. ആ സമയത്തും മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു വെച്ച വാചകമാണ് നമ്മൾ എടുക്കേണ്ട ഗുണപാഠം. എന്താ? ഖാല, അദ്ദേഹം പറഞ്ഞു, കല്ല, അങ്ങനെയല്ല കാര്യം. ഇന്ന മഅയ റബ്ബി സയഹ്ദി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്നാണ്. എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. അവനൊരു വഴി എനിക്ക് കാണിച്ചു തരും. അവൻ എന്നെ കൈയൊഴിക്കൂല. ആർക്ക് പറയാൻ കഴിയും സഹോദര ആ വാക്ക്, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല രംഗങ്ങനെ പറയാൻ. പിന്നീട് അവർ അതിലേക്ക് ഈ പ്രഖ്യാപനം അങ്ങോട്ട് നടത്തിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർഡർ കൊടുത്തു, നിന്റെ കൈകളിലുള്ള വടി കൊണ്ട് അടിക്കണം. ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 12ഓളം പിന്നെ വഴികൾ രൂപപ്പെട്ടു എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. കത്തൂദിൽ അലീം, പർവ്വത സമാനമായി ആ തിരമാലകൾ ഇങ്ങനെ മാറി നിന്നു എന്നാണ്. അവർക്ക് നിഷ്പ്രയാസം നടന്നു നീങ്ങാൻ ഉതകുന്ന വിധത്തിൽ കടലിന്റെ ചരിത്രത്തിൽ അന്ന് വരെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല.
എല്ലാ സബബുകളെയും കാരണങ്ങളെയും മാറ്റിവെച്ച് രക്ഷപ്പെടാനുള്ള പഴുതൊരുക്കി കൊടുത്ത റബ്ബ് ആ സംഭവത്തെക്കുറിച്ച് പറഞ്ഞു, ഇന്ന ഫീ ദാലിക ലആയ, ഇന്ന ഫീ ദാലിക ലആയ, ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരെ എമ്പാടും ദൃഷ്ടാന്തമുണ്ട് എന്നാണ്. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ഉൾക്കേണ്ട പാഠം എന്താണെന്നറിയോ? എന്തൊക്കെ പഴുതുകൾ നമ്മുടെ മുമ്പിൽ അടഞ്ഞാലും ഭൗതിക ലോക ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോ നമ്മളിങ്ങനെ പെട്ടുപോകുന്ന രംഗമുണ്ടാവും, അന്താളിച്ചു നിൽക്കുന്ന രംഗമുണ്ടാവും. ചില റിപ്പോർട്ടുകൾ നമ്മുടെ കൈകളിൽ എത്തുമ്പോൾ പടച്ചോൻ ഇനി എന്ത് എന്ന് നമ്മുടെ മുമ്പിൽ പഴുതടഞ്ഞു എന്ന് തോന്നുന്ന രംഗമുണ്ടാവും. പക്ഷേ നമ്മുടെ കൂടെ റബ്ബുണ്ടെങ്കിൽ അടുത്തൊരു പഴുതു തുറന്നു തരുമെന്ന സുന്ദരമായൊരു പ്രതീക്ഷയുടെ ചരിത്രമാണ് ഇത് നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. സുമ്മ നുനജ്ജിൽ റുസുലനാ വല്ലദീന ആമനു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ദാ ആമനു കദാലിക ഹഖ്ഖൻ അലൈനാ നുൻജിൽ മുഅ്മിനീൻ, വിശ്വാസികളാണോ നിങ്ങൾ? കറകളഞ്ഞ ഈമാനിന്റെ ഉടമകളാണോ നിങ്ങൾ? നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് അല്ലാഹുവിനെ കുടിയിരുത്തിയിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആത്മബന്ധം ഉണ്ടോ? അങ്ങനത്തെ ഒരു പേരിൽ മാത്രം നാമമാത്രം മുസ്ലിമീങ്ങളല്ലാത്ത കറകളഞ്ഞ വിശ്വാസികളാണോ? അല്ലാഹു സ്വന്തം സ്വമേധയാ ഏറ്റെടുത്ത ബാധ്യതയാണ് പ്രയാസപ്പെടുന്ന വിശ്വാസികളെ സംരക്ഷിക്കുക, അവരെ രക്ഷപ്പെടുത്തുക എന്നത് അള്ളാഹു നമുക്ക് നൽകുന്ന വാക്കാണ്. അതുകൊണ്ട് റബ്ബുമായിട്ട് നല്ല കണക്ഷൻ നമുക്ക് ഉണ്ടാകണം. ഹസ്ബിയല്ലാഹ് വനിഅമൽ വകീൽ, അത് നമ്മുടെ ആദർശമാണ്. അല്ലാഹ് കൂട്ടിരിക്കുമെന്നാണ്. രാവിലെയും വൈകുന്നേരവും 7 തവണ മനസ്സിന്റെ അകത്തളത്തിൽ നിന്നും വരുന്ന വാചകം ഹസ്ബിയല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം എന്ന് പറയാൻ നമുക്ക് കഴിയുമോ? എന്താ എന്റെ റബ്ബ്? അവനാരാ? എല്ലാറ്റിനേക്കാൾ ഉന്നതമായ അർശിന്റെ റബ്ബാണ്. അർശിന്റെ റബ്ബാണ്. അർശിനെ സൃഷ്ടിച്ച് അർശിനെ പരിപാലിച്ചു കൊണ്ട് നടക്കുന്ന റബ്ബിനുണ്ടോ എന്റെ ഇത്തിരി പോന്നൊരു കാര്യം എന്ന ഒരു ആദർശമാണ്. ആ റബ്ബാണ് എന്റെ ഉടമ, ആ റബ്ബിലാണ് ഞാൻ എല്ലാം ഏൽപ്പിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 7 തവണ പറഞ്ഞു വെക്കുമ്പോൾ അതുകൊണ്ട് ആ മനുഷ്യർക്ക് കിട്ടുന്ന റിസൾട്ടിനെ കുറിച്ച് സംസാരിച്ചു. മൻ ഖാലഹാ ഹീന യുസ്ബിഹു വഹീന യുംസി 7 മർറാത്ത്, ആരെങ്കിലും രാവിലെയും വൈകുന്നേരം ഈ പ്രാർത്ഥന 7 തവണ ചൊല്ലിയാൽ കഫാഹുല്ലാഹു മാ അഹമ്മഹു മിൻ അംരി ദുനിയ വൽ ആഖിറ, ദുനിയാവിലെയാകട്ടെ നാളെ വരാൻ പോകുന്ന പരലോകത്തെക്കുറിച്ച് നമ്മളുടെ മനസ്സിന്റെ ഉള്ളിൽ ബേജാറുണ്ട്, ഒരു പേടിയും കാര്യങ്ങളുണ്ട്, അതൊക്കെ പടച്ചോൻ മാറ്റിത്തരുന്നതാണ്. എല്ലാം റബ്ബ് മാറ്റിത്തരുന്നതാണ്. സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബിനെ കൂട്ടുപിടിച്ചാൽ മാത്രം നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ആ റബ്ബിൽ തവക്കുലാക്കി മുന്നോട്ട് പോകാൻ കഴിയണമെന്നാണ് ഈ ചരിത്രം നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഏറ്റവും വലിയ കാര്യം. ഒരു ജാറത്ത് പോയാലും, ഒരു മക്ബറയിൽ പോയാലും, ഒരു ഏലസ് ബന്ധിച്ചാലും, ഒരു അള്ളാഹു അല്ലാത്തൊരിടത്തേക്ക് പോയാലും സഹോദര, ഈ മനസ്സ് നമുക്ക് നേടാൻ കഴിയില്ല. എല്ലാറ്റിനും കഴിവുള്ള റബ്ബിനെ മനസ്സിൽ ധ്യാനിക്കാൻ നമുക്ക് കഴിയണം. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്നറിയോ? രണ്ടാമത്തെ ഒരു കാര്യം ചിന്തയാണ്. എന്താ ചിന്ത? നമ്മൾ പെടുന്ന സമയത്ത്, പ്രയാസപ്പെടുന്ന സമയത്ത് എന്റെ കൂടെ എന്റെ റബ്ബ് ഉണ്ടാകുമെന്ന് പറയാൻ മാത്രമുള്ള ഈവ നമുക്കുണ്ടോ? ഉണ്ടോ? ഇന്നെന്റെ റബ്ബ് കൈയൊഴിക്കൂല, ഇന്നെന്റെ റബ്ബ് കാത്തോളും എന്ന് പറയാൻ നമുക്ക് ശരിക്കും കഴിയും? അതിനുള്ള യോഗ്യത ഇൻകുങ്ങൾക്കുണ്ടോ? നമ്മൾ നല്ലോണം ആലോചിക്കണേ, അല്ലേ സഹോദരങ്ങളെ? പുറത്തൊക്കെ നമുക്ക് ഓരോ പേരും പ്രശസ്തിയൊക്കെ ഉണ്ട്. എപ്പോഴത് പറയാൻ പറ്റുന്നത്? എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റുന്നറിയോ? റബ്ബിന് കൊടുക്കേണ്ട ഹക്കുകൾ കൊടുക്കുന്ന വിഷയത്തിൽ ഞാൻ ഓക്കെ ആണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. കാരണം അല്ലാഹ് പറഞ്ഞിക്കണല്ലോ, ഈ അള്ളാനെ സൂക്ഷിക്കാണ്ട് ജീവിച്ചോ എങ്കിൽ അല്ലാഹ് നിന്നെ കാത്തോളുന്നു. ഉണ്ടോ നമ്മുടെ മനസ്സിലത്? സഹോദര, ഏറ്റവും വലിയ മാനദണ്ഡം എന്താ? രഹസ്യ ജീവിതമാണ്. രഹസ്യ ജീവിതത്തിൽ നമുക്ക് പറയാൻ പറ്റോ? രഹസ്യ ജീവിതത്തെ സാക്ഷി നിർത്തിയിട്ട് പറയാൻ പറ്റോ? ഞാൻ എന്റെ ജീവിതത്തിൽ പരസ്യ രഹസ്യ ഭേദമന്യേ എന്റെ റബ്ബിന്റെ നിരീക്ഷണ വലയത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവനാണ്.
റബ്ബിന് കൊടുക്കേണ്ട ഏറ്റവും വലിയ ഹക്കുകളായ തൗഹീദ് ഞാൻ പരമാവധി ശ്രദ്ധിക്കുന്നവനാണ്. നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഞാൻ കണിശതയുള്ള ആളാണ്. അല്ലാഹ് പറഞ്ഞ ഹറാമുകളിൽ നിന്നും വിട്ടൊഴിയുന്നവനാണ്. അല്ലാഹ് പറഞ്ഞ സ്വഭാവം പരമാവധി കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളാണ്. റബ്ബി ഇഷ്ടപ്പെട്ട ജീവിതം പരമാവധി സ്വജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടി അധ്വാനിക്കുന്നവനാണ് ഞാനെന്ന് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അന്ന് നമുക്ക് പറയാൻ പറ്റും, ഇന്ന മഇ റബ്ബി സയഹ്ദി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ എനിക്കൊരു പോംവഴി ചെയ്തു തരാതിരിക്കില്ല എന്ന് പറയാനുള്ള അവസ്ഥ നമുക്ക് നേടാൻ പറ്റണം എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ ചരിത്രം. സഹോദരങ്ങളെ, അതുകൊണ്ട് രഹസ്യ ജീവിതം, റബ്ബുമായിട്ടുള്ള ബന്ധം കൂട്ടിയിണക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് രണ്ടാമതായി കൊണ്ട് സൂചിപ്പിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? എത്ര വലിയ കഴിവുള്ളവനാണെങ്കിലും സുഹൃത്തുക്കളെ, ഇസ്ലാമിനെതിരെ തിരിയുന്നവരെ അള്ളാഹു ഇന്നല്ലെങ്കിൽ നാളെ നശിപ്പിക്കും. അത് നമുക്ക് ഈ ചരിത്രം നമ്മുടെ മുമ്പിൽ വെക്കുന്ന പാടാണ്. എന്തെല്ലാം കളിച്ചു, എന്തെല്ലാം കരുക്കൾ നീക്കി. ബനൂ ഇസ്രായേലിൽ നിന്ന് ഒരു കുട്ടി, ഇനിയൊരു ആൺതരി ഉണ്ടാകരുത്, ഉണ്ടായാൽ എന്റെ നാശത്തിന് അത് ഹേതുവാകുമെന്ന് കരുതി പിറന്നു വീഴുന്ന ഓരോ ആൺകുഞ്ഞിനെയും പ്രസവിച്ച അന്ന് തന്നെ നിഷ്ഠൂരം കൊലപ്പെടുത്തുവാൻ വേണ്ടി സൈന്യത്തെ വിന്യസിപ്പിച്ച ഫിർഔൻ എത്ര പിഞ്ചു മക്കളെയാണ് ആ ഉമ്മയുടെ മുൻപിൽ വെച്ച് അദ്ദേഹം കൊന്നു നീക്കിയത്. എന്തിന്? ഇസ്ലാമിനെതിരെയുള്ള ശത്രുതയായിരുന്നു. അവസാനം എന്തുണ്ടായി? അള്ളാന്റെ പ്ലാൻ എന്താ? ആ ഫിർഔന്റെ ചെല്ലും ചെലവിലും ഭാവിയിൽ അവന്റെ കഥ കഴിക്കാൻ പോകുന്നവനെ റബ്ബങ്ങട് വളർച്ച. എന്തൊരു അത്ഭുതകരമാണ് സുഹൃത്തുക്കളെ. ആരെ ഭയപ്പെട്ടിട്ടാണോ ഈ കണ്ട പേക്കൂച്ചുകളൊക്കെ അദ്ദേഹം ചെയ്തത്, അദ്ദേഹത്തിന്റെ ചെലവിൽ, അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു ആൺകുട്ടിയെ റബ്ബങ്ങട് വളർത്തി. അദ്ദേഹത്തിലൂടെയാണ് ആ ഫിർഔന്റെ അവസാനം റഹ്മാനായ റബ്ബ് വെച്ചതെങ്കിൽ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആദർശത്തെ സ്വീകരിച്ച, അല്ലാഹ് പറഞ്ഞതുപോലെ ജീവിക്കുന്നവർക്കെതിരെ ആരൊക്കെ തിരിഞ്ഞാലും അവരൊക്കെയും ഫിർഔനിന്റെ പിൻഗാമികളാണ്. അവർക്ക് ഫിർഔനിന് വെച്ച എന്ത് സമ്മാനമാണോ അത് തന്നെയാണ് അവർക്കും വരാൻ പോകുന്നത്. പക്ഷെ വെയിറ്റ് ചെയ്യേണ്ടി വരും. വൽആഖിബത്തു ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കാണ് പര്യവസാനം. ഇന്നല്ലെങ്കിൽ നാളെ അത് പുലരും സുഹൃത്തുക്കളെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ പ്രിയപ്പെട്ട ഉമ്മത്ത് മുഹമ്മദിലെ പിഞ്ചു പൈതങ്ങൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഉമ്മമാർ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അല്ലേ? കഥനകഥകളാണ് എല്ലാവരോടും പറയാനുള്ളത്. ഇന്നല്ലെങ്കിൽ നാളെ ഒരു വിജയം നമുക്കുണ്ട് എന്ന് തന്നെയാണ്. ഒരിക്കലും എന്താ റബ്ബിത് കാണുന്നില്ലേ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിന്റെ ഏഴലത്ത് വരാൻ പാടില്ല. യുസ്അലു അമ്മാ യഫ്അൽ വഹും യുസ്അലൂൻ. അല്ലാഹ് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യം ചെയ്തതിനെ കുറിച്ചോ ചെയ്യാതിരിക്കുന്നതിനെ കുറിച്ചോ റബ്ബ് ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഉള്ളിൽ വിശ്വാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്കെതിരെ തിരിഞ്ഞ ലോകം കണ്ട എല്ലാ പോക്കിരികളെയും നിലം പരിശാക്കിയിട്ട് റഹ്മാനായ റബ്ബ് ഭൂമി ലോകത്ത് അവർ അനുഭവിച്ചിട്ട് റബ്ബ് തിരിച്ചയച്ചിട്ടുണ്ട്. അതുകൊണ്ട് ക്ഷമിക്കണം, ഇത് ദുനിയാവാണ്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, മറ്റൊന്നെന്താണെന്നറിയോ? ജൂതന്മാരോട് എതിരാകണമെന്നാണ് ഈ കഥ നമുക്ക് നൽകുന്ന വല്ലാത്തൊരു പാഠം. ഖാലിഫുൽ യഹൂദ, ജൂതന്മാരോട് എതിരാകണം. കാരണം എന്താ? ഈ സംഭവം നടന്നത് ആശുറായിലാണ്. അതിനാണ് മൂസാ നബി നോമ്പ് നോറ്റത്. പിന്നെന്തിനാ നമ്മള് ഒന്നുകിൽ 9 നോമ്പ് നോക്കണം എന്ന് പറഞ്ഞത്? ഇനി 9 നോക്കാൻ കഴിയാത്ത ആള് 11 നോമ്പ് നോക്കണം എന്ന് പറയാനുള്ള കാരണം എന്താ? അതിൽ ഈ സംഭവമാണ്. നമ്മുടെ അടിസ്ഥാനപരമായ ഒരു തത്വമുണ്ട്. ഏതാ? മുഖാലഫത്തുൽ യഹൂദ് വൻ നസ്വാറ, ജൂത നസ്രാണികൾക്കെതിരെ നിലയുറപ്പിക്കേണ്ടവരാണ് നമ്മൾ. അവരുടെ ആദർശത്തെ സ്വീകരിക്കാനും പാടില്ല. അല്ല, അവരോട് സദൃശ്യപ്പെടാൻ പോലും പാടില്ല എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതെങ്കിൽ, അതിനാണ് ആരാധനകളിൽ പോലും ഈ ജാതി ക്രമീകരണങ്ങൾ ഇസ്ലാം വരുത്തിയതെങ്കിൽ, സഹോദരങ്ങളെ, അറിഞ്ഞും അറിയാതെയും ഒക്കെ ജൂത സമ്പ്രദായങ്ങൾ നമ്മൾ പേറുന്നുണ്ടോ എന്നൊന്ന് ആത്മാർത്ഥമായി കൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണിത്. ചെറിയ ഒരു ഉദാഹരണം പറയാം. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആണുങ്ങളുടെ മുടിവെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖസഹ്. എന്താ ഖസഅ് എന്ന് പറയുന്ന മുടിവെട്ടിനെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിട്ടുണ്ട് എന്നാണ്.
അതെന്താ കസ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം മാത്രം എടുത്ത് മറുഭാഗം വിടുന്ന രൂപം അല്ലേ? ഇതൊരു ട്രെൻഡാണ്. എവിടുന്നുണ്ടായ ട്രെൻഡാ? അവന്റെ മനസ്സിൽ കുടിയിരിക്കപ്പെട്ട ഏതോ താരരാജാവ് ഒരു പക്ഷെ അങ്ങനെ മുടി വെട്ടിയപ്പോൾ അങ്ങനെ വെട്ടിയവരായിരിക്കും. പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചെറിയ നമ്മൾ പോലും അറിയാതെ ദൈനംദിന ജീവിതത്തിൽ പോലും ആ ജൂദായിസവും നസ്രാനിസവും ഒക്കെ കടന്നു വരുന്നുണ്ട് എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ കാര്യം വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. മറ്റൊരു പാഠം എന്താണെന്നറിയോ? മരിക്കുന്ന സമയത്ത് മൻകാന ആഖിറു കലാമിഹി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല ജന്ന എന്നറിയാത്തൊരു കുട്ടി വിടല്ല. എന്താ? ഒരുത്തന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ ആ മനുഷ്യൻ സ്വർഗത്തിലാണ്. നിങ്ങൾ കേൾക്കണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂനുസിൽ 90-99 പറഞ്ഞെന്താണെന്നറിയോ? ഫിർഔനും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടാ മരിച്ചിട്ടുള്ളത്. ഫിർഔനും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിട്ടാണ് മരിച്ചിട്ടുള്ളത്. ഖാല ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായീൽ വ അന മിനൽ മുസ്ലിമീൻ. ഫിർഔന്റെ ഷഹാദത്താണ്. ബനു ഇസ്രായേല്യർ ഏതൊരു ദൈവത്തിലാണോ വിശ്വസിച്ചത് അവനിലതാ ഞാനും വിശ്വസിക്കുന്നു, ഞാനും മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണെന്ന് പ്രഖ്യാപിക്കുന്നു എന്നാണ്. എപ്പോ മരിക്കാൻ തൊട്ട് മുമ്പേ. അപ്പൊ അവസാനത്തെ വാക്കിൽ ആലതായില്ലേ? സ്വർഗം കിട്ടുമോ? ഇല്ല. അപ്പൊ അതിനൊരു പാടുണ്ട്. എന്താ? കേവല വാചകമല്ല അല്ലാഹ് പരിഗണിക്കുക. കേവല വാചകമല്ല അല്ലാഹ് പരിഗണിക്കുക. ആ പ്രഖ്യാപിച്ച പ്രഖ്യാപനത്തിനോട് മലക്കുൽ മൗത്തും സംഘം വരുന്നതിന് മുൻപ് കൂറുണ്ടാകണം. ആ പറയുന്ന വാചകത്തോട് നീതി പുലർത്തിയ ജീവിതം മരിക്കുന്നതിന് മുൻപ് കാഴ്ചവെച്ച് എന്നിട്ട് അതിന്റെ റിസൾട്ട് ആയിക്കൊണ്ട് പ്രഖ്യാപിക്കുന്ന ഒരാൾക്കാണ് ഈ സ്വർഗം കിട്ടുക എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഇതെന്തിനെങ്ങനെ പറയണമെന്നറിയോ? ചില ആളുകൾ പലതും ചെയ്യും, പല ബിദ്അത്തുകളും ചെയ്തു കൂട്ടിയിട്ടുണ്ടാകും. എല്ലാവരും തെളിവ് പിടിക്കുന്നൊരു വാക്കാണ്, നിങ്ങൾ പറഞ്ഞതൊക്കെ തെറ്റാണെന്നുണ്ടെങ്കിൽ ഇന്നാലിന്ന ഷെയ്ഖ് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത മനുഷ്യനാ, അദ്ദേഹം അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചതാ മരിച്ചത്, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതാ, ഞങ്ങൾ ചെവിയോണ്ട് കേട്ടതാ, ആ മനുഷ്യൻ മരിക്കണ സമയത്ത് ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. അതാണല്ലോ തെളിവ്. ഈ കണ്ട ബിദ്അത്തുകളും ഖുറാഫാത്തുകളും ഒക്കെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ ഇതാണല്ലോ തെളിവ്. ഇത് തെളിവല്ല എന്നതിനുള്ള തെളിവാണ് ഇപ്പൊ വായിച്ച ആയത്ത്. ഫിർഔന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപനം അല്ലാഹ് സ്വീകരിച്ചിട്ടില്ല. ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അടക്കമുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, ആളുകൾ പറയുന്നല്ലോ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയി കഴിഞ്ഞ സ്വർഗം കിട്ടും. അവിടെ ഒരു ചെറിയ എഡിറ്റിംഗ് ഉണ്ടെന്ന് അദ്ദേഹം പറയാ. ശരി, എങ്ങനെയാണെന്നറിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ചില നിബന്ധനകൾ, ചില ശുറൂത്തുകളുണ്ട്. അത് പൂർത്തിയാക്കിയ നിലക്ക് ചൊല്ലിയാലാണ് അത് കിട്ടുക എന്നതാണ്. സഹോദരങ്ങളെ, ഏതൊക്കെയാണ് ആ കാര്യം? ഒന്ന് വേഗത്തിൽ ഓടിച്ച് പറയും. ഒന്ന് അറിവാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോഴേ അതിന്റെ അർത്ഥം ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. എന്താ? ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ആരാധനക്കർഹൻ വേറെ ആരുമില്ല എന്നാണ്. ഒരു ടീമും ഇല്ല എന്ന് പറയുമ്പോ എല്ലാറ്റിടത്തും വിളിച്ചറിയാണ്. എന്നിട്ട് ഉള്ളിലാണ് നോക്കുന്നത് അല്ലാഹ് അല്ലാതെയാണ്. മനസ്സിലായില്ലേ? ആ ഒരു അറിവുണ്ടാകണം എന്നാണ്. രണ്ടോ, യഖീൻ ഉണ്ടാകണം. ആദ്യം പ്രഖ്യാപിച്ചു, കുറച്ചു കഴിഞ്ഞപ്പോ ഒരു പ്രതിസന്ധി വന്നപ്പോ എന്നാലും ഇനി വേറെ ഒരാളോട് ചോദിച്ചാലോ, മറ്റവരൊക്കെ പോയി കണ്ട് അവിടെ പോയി ചോദിച്ചപ്പോ കിട്ടിയിക്കണല്ലോ, അല്ലെ? ഇന്ന ജാറത്ത് പോയ പോലെ രോഗം മാറിയിക്കണല്ലോ, ഒന്ന് ഞാൻ പോയി നോക്കുക എന്ന് പറഞ്ഞതുപോലെ ഒരു ഉറപ്പില്ലാത്ത അവസ്ഥയല്ല. എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെന്നുണ്ടെങ്കിലും ഇതിന്റെ ആദർശത്തെ അളക്കാൻ വേണ്ടിയിട്ട് പടച്ചതിന്റെ പരീക്ഷണമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഉറച്ചു നിൽക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ ഷർത്ത് നടത്തി. 3 അൽ ഖബൂലാണ്. എന്താ ഖബൂൽ? ഈ ഒരു ആദർശത്തെ ഒരു മതമായി കൊണ്ട് സ്വീകരിക്കുക എന്നാണ്. നാവ് കൊണ്ടത് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. മതമൂല്യങ്ങളെ ഒരിക്കലും അഹങ്കരിച്ച് മാറി നിൽക്കാതിരിക്കുക എന്നതാണ്. പരിപൂർണാർത്ഥത്തിൽ അതിന് ഉൾക്കൊള്ളുക. അൽ ഇൻഖിയാദ് 4ാമത്തെ ഷർത്താണ്. എന്താ? വിധേയമാവുക എന്നതാണ്. അള്ളാഹുവിന്റെ വിധികളോടും വിലക്കുകളോടും സമരസപ്പെടുക, അതിനെ സ്വീകരിക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കുക എന്നതാണ് 4ാമത്തെ ഷർത്ത്. 5 അസ്സിദ്ഖ്. ഈ പറഞ്ഞതും ഈ പ്രഖ്യാപിച്ചതും ഈ സ്വീകരിച്ചതും നാട്ടുകാരെ ബോധിപ്പിക്കാനാകരുത്. സത്യസന്ധമായിരിക്കണം. ഉള്ളിൽ ഒരു നിഫാഖില്ലാതെ കപടതയില്ലാതെ സ്വീകരിക്കാൻ കഴിയണമെന്ന 6 അൽ ഇഖ്ലാസ്. അഥവാ ഈ ചെയ്യുന്നതൊക്കെയും അള്ളാഹുവിന് വേണ്ടി മാത്രം, അവൻ ഒരുക്കി വെച്ച സ്വർഗം നേടാൻ മാത്രം, അവൻ ഒരുക്കി വെച്ച നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രം.
ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ എന്ന രൂപത്തിൽ ജീവിക്കാൻ. 7 അൽ മഹബ്ബ, അഥവാ ഈ ആദർശത്തെ ഇഷ്ടപ്പെടണം. ഗതികേടുകൊണ്ട് കൊണ്ടിടക്കുക എന്നുള്ളതല്ല, ഇഷ്ടപ്പെട്ട് കൊണ്ടിടക്കണം. അള്ളാഹുവിനെ വിളിക്കണ സമയത്തിനുള്ളിൽ ഇഷ്ടം ഉണ്ടാകണം. ആ തൗഹീദിനോട് ഇഷ്ടം ഉണ്ടാകണം, ദീനിനോട് ഇഷ്ടം ഉണ്ടാകണം, ദീന് കൊണ്ട് നടക്കുന്ന ആളുകൾ ഇഷ്ടപ്പെടണം, ആ മതമൂല്യങ്ങൾ ഇഷ്ടപ്പെടണം. അങ്ങനെ ഉള്ളിൽ ദീന് കടന്ന് കളിച്ച് ആ ദീനിനു വേണ്ടി ജീവിച്ച് ദീനിനു വേണ്ടി ത്യജിച്ച് അങ്ങനെ മരണക്കടലിൽ കടക്കുന്ന സമയത്ത് അവന് പറയുന്ന വാക്കിനാണ് സഹോദര അള്ളട്ട വില സ്വർഗം കിട്ടുന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് തൗഫീക്ക് മരണവക്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവണ്ണം പ്രഖ്യാപിക്കാനുള്ള തൗഫീക്ക് റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറു മിൻ കുല്ലി ദംബ് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തണം. സുഹൃത്തെ, നമ്മുടെ സംസ്ഥാനത്ത് ഷിഗല്ല എന്ന് പറയുന്ന രോഗവ്യാപനം നടക്കുന്ന ഒരു ഭീതിജനകമായ ഒരു അവസ്ഥ പലപ്പോഴും ഉണ്ട്. നമ്മളൊക്കെ വാർത്തകളിലും മറ്റുമൊക്കെ ഇത് കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ആശങ്കയല്ല വേണ്ടത്, ജാഗ്രതയാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തുക്കളെ, വ്യക്തി ശുചിത്വം പാലിക്കുക എന്നുള്ളത് അവരൊരു മുഖമുദ്രയാണ്. നമ്മൾ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നല്ല രൂപത്തിൽ വൃത്തിയും വെടുപ്പോടുകൂടെ ജീവിക്കാൻ തന്നെയാണ് ഇസ്ലാം പഠിപ്പിച്ചുള്ളത്. സുനനുൽ ഫിത്ര അല്ലെ, 10 കാര്യങ്ങൾ: നഖമുറിക്കുക, അതേപോലെ തന്നെ കുളിക്കുക, നനയ്ക്കുക, പിന്നെ എന്താ ശരീരത്തിലെ വ്യത്യസ്തങ്ങളായ രോമങ്ങളൊക്കെ ഒരു കൃത്യമായ സമയങ്ങളിൽ അതൊക്കെ ഒഴിവാക്കുക എന്ന് തുടങ്ങി ആ കാര്യങ്ങൾ പോലും വളരെ കൃത്യമായി കൊണ്ട് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ശരീരമാകട്ടെ, നമ്മൾ ജീവിക്കുന്ന ഇടമാകട്ടെ, പിന്നെ എന്താണോ നമ്മൾ ഉപയോഗിക്കുന്നത് അവിടങ്ങളൊക്കെ ഒരു വൃത്തിയും വെടുപ്പും കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ദീനാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഇതിനൊക്കെ പറയുമ്പോ ആരോഗ്യരംഗത്തെ വിചക്ഷണന്മാരൊക്കെ ആദ്യം നമുക്ക് നിർദ്ദേശിക്കുന്ന പോയിന്റ് എന്താ? വ്യക്തി ശുചിത്വം പാലിക്കുക എന്നുള്ളതാണ്. ഇത് ദീനാണ്. ഇത് വിശ്വാസിയുടെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അവന് ഡെയിലി ലൈഫിലെ ഡെയിലി റൊട്ടീനിലുള്ള സാധനമാണ്, കൂലി കിട്ടുന്ന കാര്യമാണ്. വിശ്വാസിയല്ലാത്ത ഒരാൾ കുളിച്ചു ഒരു കൂലിയില്ല, നമ്മൾ കുളിച്ച കൂലിയുണ്ട്. ആ ബോധം നമുക്ക് ഉണ്ടാകണം. ലോകത്തിലൊരാൾ പല്ലേച്ചന് കൂലിയില്ല, വിശ്വാസി പല്ലേക്കുന്ന കൂലിയുണ്ട്. കുളിച്ചാൽ നനച്ചാൽ വൃത്തിയുള്ള ഡ്രസ്സ് ഇട്ട് നടന്നാൽ അവനെടുക്കുന്ന ഇടങ്ങളിലൊക്കെ വൃത്തി കാര്യങ്ങൾ പാലിക്കുമ്പോൾ കൂലിയുണ്ട് എന്ന്. കാരണം അത് ഇബാദത്താണ്. അതുകൊണ്ട് വ്യക്തി ശുചിത്വം പാലിക്കുക. നമ്മുടെ വീടും പരിസരമൊക്കെ നന്നായി കൊണ്ടുനടക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരെയും ഒക്കെ വൃത്തിയാക്കിയിട്ട് ഈ മാലിന്യം എടുത്ത് വേറൊരു പേരേക്ക് ഇടാന്നുള്ളതല്ല. അതുകൂടി നമ്മൾ പാലിക്കണം. നമുക്ക് നമ്മളെ കൊണ്ടൊരു ഉപദ്രവം ഉണ്ടാവാൻ പാടില്ല, നമ്മൾ കാരണം വേറൊരാൾക്ക് ഉപദ്രവം ഉണ്ടാവാൻ പാടില്ല. ഒരു മാലിന്യ സംസ്കരണത്തിൽ നമ്മൾ സമൂഹത്തിന് തലവേദനയാകാൻ പാടില്ല. പല ആളുകൾ അങ്ങനെ ചെയ്യാം. അവരവന്റെ വീടൊക്കെ ഉഷാറാക്കും, എല്ലാ മാലിന്യം ഒക്കെ അടിപൊളിയാക്കുന്നിട്ട് പുറത്തു കൊണ്ടിടും. അപ്പൊ അത് പ്രശ്നമല്ലേ? അതുകൊണ്ട് പ്രത്യേകിച്ച് മഴക്കാലം മറ്റൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ധർമ്മം ശരിയാവണം, നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ബാത്റൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ കൈകൾ ശരിക്കും കഴുകണം എന്ന് പറഞ്ഞതൊക്കെ വൃത്തിയുടെ ഭാഗമാണ്. ഇസ്ലാം നേരത്തെ പഠിപ്പിച്ചതാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ, ഇത്തരം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികളെയാണ് പെട്ടെന്ന് ബാധിക്കുക. നമ്മൾ കുറെ റിപ്പോർട്ടുകളൊക്കെ നിരവധി വായിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് കുട്ടികളൊക്കെ ആ ഒരു ശുചിത്വ ബോധം കാത്തു സൂക്ഷിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ കൊടുക്കുക, ശീലിപ്പിക്കുക എന്നതാണ് സൂചിപ്പിക്കുവാനുള്ളത്. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? ഇതൊക്കെ ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ചിലതൊക്കെ ബാധിക്കും. അപ്പോൾ നമ്മൾ കേവലം ഭൗതികപരമായിട്ടുള്ള കാരണങ്ങൾ മാത്രം കൊണ്ടെടുക്കേണ്ട മനുഷ്യന്മാരാണോ? അല്ല. നമ്മളെപ്പോഴും പ്രാർത്ഥന കൂടെ കൈമുതലാക്കിയ ആളുകളാണ്. വിശ്വാസിയുടെ ജീവിതത്തിന്റെ അത്ഭുതം എന്ന് ആലോചിക്കും സുഹൃത്തുക്കളെ. അവനോട് പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകളിൽ അവൻക്ക് നൽകുന്ന സംരക്ഷണം എത്രയാണ്! ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. എന്ത് മനോഹരമായ പ്രാർത്ഥനയാണ്! ചെറിയ 2 വരിയേ ഉള്ളൂ. അള്ളാനെ മുൻനിർത്തിയിട്ട് പറയാണ്, അള്ളാന്റെ നാമത്തോടൊപ്പം ആകാശഭൂമികളിലുള്ള ഒരു വസ്തുവിനും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇത് മനസ്സിനുള്ളിലാണ്ട് വേണം. എന്നിട്ട് ചൊല്ലാൻ നമുക്ക് പറ്റണം. ഇത് ചൊല്ലുന്ന ഒരാളെ ഒന്നും ബാധിക്കുകയില്ല എന്നാണ്. ഇതൊരു സംരക്ഷണമാണ്. സൂറത്തുൽ ഫലക് എന്തിനാ? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്. കഴിഞ്ഞു. ഒറ്റ വാചകത്തിൽ ആ സൂറത്ത് അവസാനിപ്പിച്ചാൽ തന്നെ കഴിഞ്ഞു. അല്ലാഹ് സൃഷ്ടിച്ച എല്ലാ വസ്തുവിന്റെയും സകലമാന കെടുതിയിൽ നിന്നും പടച്ചോനെ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. റബ്ബ് സൃഷ്ടിച്ചു തന്നെയാണ് സുഹൃത്തുക്കളെ ഈ പറയപ്പെട്ട സംഗതികളൊക്കെ. അല്ലാഹ് സൃഷ്ടിച്ചല്ലാത്ത എന്തിലൂടെ ഉണ്ടോ?
ഈ വൈറസ് ആകട്ടെ, രോഗം, ഇതൊക്കെ അള്ളാന്റെ ഓരോ പരീക്ഷണമായിട്ട് വരുന്ന സാധനല്ലേ. അള്ള ഉണ്ടാക്കിയതിൽ നിന്നും അതിന്റെ ഷെറിൽ നിന്നും വിശ്വാസി അള്ളാനോട് കാവലിനെ ചോദിക്കുകയാണെന്ന്. ഇതിനേക്കാൾ വലിയ സേഫ്റ്റി മെക്കാനിസം ഈ ലോകത്തിൽ വേറെ എന്താ ഉള്ളത്? അതുകൊണ്ട് എന്താണെന്നറിയോ, ഇതൊക്കെ ശരിക്കും മനസ്സ് തട്ടി ചൊല്ലാൻ പറ്റണം. എന്തേലും പോയി കുടുങ്ങിയിട്ട് പിന്നെ നിലവിളിച്ചിട്ടല്ല കാര്യം. സാധാരണ പറയാറുണ്ട്, രോഗം വരുന്നതിന് മുൻപ്, രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അത് തടയാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. തടയുക എന്ന് പറയുമ്പോൾ നാട്ടുകാർക്കൊക്കെ എന്താ ഉണ്ടാവുള്ളൂ, ഞങ്ങള് ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾ നിൽക്കലുണ്ടാവുള്ളൂ. നമ്മൾ അതും ചെയ്യണം. അതോടൊപ്പം ഈ പറയപ്പെട്ട റബ്ബ് നമ്മളോട് നിശ്ചയിച്ച കാര്യങ്ങളൊക്കെ അത് നല്ല വെടുപ്പിനും വൃത്തിക്കും ഒക്കെ ജീവിതത്തിന്റെ ഭാഗങ്ങളായി കൊണ്ടുനടക്കണം. അധികാര സ്വഭാവം അസമൊക്കെ എന്ന് നമ്മൾ പറയുന്ന കാര്യമാണ്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പരമാവധി നല്ല നിലക്ക് കൊണ്ടുനടക്കാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ള. മനസ്സ് തട്ടി ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ആപത്തിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നൊക്കെ നമ്മളെല്ലാ നിലക്കും സംരക്ഷിക്കുമാറട്ടെ. സുഹൃത്തുക്കളെ, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന വസിയത്തുള്ളത്, നമ്മുടെ പള്ളിയിൽ സ്ഥിരം വരാറുള്ള നമ്മുടെ ഒരു സുഹൃത്തിന്റെ 5 മാസം മാത്രം പ്രായമുള്ള ഒരു കുട്ടിക്ക് തലച്ചോറിൽ ചെറിയ നീര് കെട്ടിയിട്ട് ഇന്ന് വലിയൊരു ഓപ്പറേഷൻ വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അറിയിക്കപ്പെട്ടിട്ടുള്ളത്. പ്രാർത്ഥനയിലിടം നമ്മൾ നൽകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കുഞ്ഞിനെ പരിപൂർണമായ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാനും കൺകുളിർമയോടുകൂടെ ആ മാതാപിതാക്കൾക്ക് ആ കുട്ടിയെ തിരിച്ചു കിട്ടാനുള്ള തൗഫീക്ക് റഹ്മാനായ റബ്ബ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയും പെട്ടെന്ന് ശമനത്തെ അള്ളാഹു ആ കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, അറിഞ്ഞും അറിയാതെയും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവെ, രോഗം കൊണ്ടും കടം കൊണ്ടും മറ്റു മാനസിക ശാരീരിക പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരിമാർ, അള്ളാഹുവെ, എല്ലാവരുടെയും പ്രയാസം അവരെക്കാൾ കൂടുതൽ അറിയുന്ന റബ്ബെ, എല്ലാവർക്കും നീ ശിഫാഇനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും മക്കളിൽ നിന്നും ഇണകളിൽ നിന്നൊക്കെ നീ കൺകുളിർമയെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, നിന്റെ ഏത് വിധിവിലക്കുകളും ശരിയാവണ്ണം ഉൾക്കൊള്ളാനും മാനിച്ച് ജീവിക്കുവാനുള്ള അപാരമായ മാനസിക വിശാലം നൽകി ഞങ്ങൾക്ക് നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.